ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രോസ് റോഡ്സ് എന്ന ഫിലിം കോമ്പറ്റീഷൻ വളരെ ഭംഗിയായി ക്രമീകരിക്കുന്നതിന്, വളരെ അനുഗ്രഹീതമായി പര്യവസാനിക്കുന്നതിന് ദൈവം കരുണ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുബിൻ അച്ഛനെയും എല്ലാ സഖ്യം പ്രവർത്തകരെയും ഞാൻ ഓർത്ത് സന്തോഷിക്കുകയും അവരോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. 12 ടീമുകളെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. അതിന് പിന്നിൽ നടന്നിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളെയും, വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിനെയും പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഒരു വലിയ പ്രതീക്ഷയാണ് തീർച്ചയായും ഈ ഒരു കോമ്പറ്റീഷൻ സഭയ്ക്ക് നൽകുന്നത്. പങ്കെടുത്ത 12 ടീമുകളും വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ട് വളരെയധികം അർത്ഥവത്തായ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന ഷോർട്ട് ഫിലിം എന്ന നിലയിൽ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. അത് ദൈവം നൽകിയിട്ടുള്ള താലന്തുകൾ അത്തരത്തിൽ ദൈവനാമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം, ഞാൻ ബ്ലസ്സി. കനേഡിയൻ മർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്രോസ് റോഡ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു ജൂറിയാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വിദേശത്ത് ജീവിക്കുന്ന മലയാളികളായ വിവിധ ഇടവകകളിലുള്ള ഏതാണ്ട് 12ഓളം ചർച്ചസിൽ നിന്ന് വന്ന വലിയൊരു കോമ്പറ്റീഷൻ, എല്ലാം ഒന്നിനൊന്ന് വളരെ നല്ല രീതിയിൽ, മെച്ചം എന്ന് പറയുമ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ വിദഗ്ധമായ രീതിയിലുള്ള സ്ക്രിപ്റ്റും അഭിനയവും ഷൂട്ടിങ്ങും ഒക്കെ നന്നായ രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോൺ മാക്സ്. ദ കനേഡിയൻ മർത്തോമ യുവജന സംഘം സംഘടിപ്പിച്ച ദ ക്രോസ് റോഡ്സ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ജഡ്ജിങ് പാനലിൽ അംഗമാകാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. ഇതിലെ ഫിലിംസ് എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് അപ്കമിങ് ടാലൻസ് ഇതിൽ എൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അതിമനോഹരമായിട്ട് തന്നെ ചില ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇവർക്കെല്ലാവർക്കും എൻ്റെ ഒരുപാട് അഭിനന്ദനം. അയ്യോ, സമയം എത്രയാ? ഓ, ലേറ്റായി. ലേറ്റായി പോയമ്മ. ഞാൻ പോയി ജോലിക്ക് പോകാൻ റെഡിയാട്ടെ. ശരി, വിളിക്കാം. ഇന്നലത്തെ ഇതാര് കഴിവാവും. എന്താണ് സീറ്റ് ബെൽറ്റ് വരുന്നുമില്ല? ഇതെന്താണിത്? എന്താണ് ഇവർ പെതുക്കെ ഓടിക്കുന്നത്? ഇവിടെ പെട്ടെന്നൊന്നും ഓടിച്ചു ഇവിടെന്താ കാളവണ്ടിയാണ്? ഉറപ്പായിട്ടും ആ മാനേജർ തന്നെയുടെ തെരുവുകൾ ഇങ്ങനെ പോയ എന്നെ കാര്യം പോക്കാണ്. ഒടുവിലെത്തി മാനേജർ തന്നെ വിളിക്കും. പറഞ്ഞു നാ വിടത്തില്ല, ദാ വിളിക്കുന്ന തെണ്ടി. ഹലോ. ഹലോ വിനയ്. ഹലോ സാർ.
താൻ ഇന്ന് ലേറ്റ് ആണല്ലോ. സാർ ട്രാഫിക് ആയിരുന്നു സാർ, അതാ പറ്റിപ്പോയത്. എടോ തനിക്ക് എന്നും ട്രാഫിക് ആണല്ലോ, എല്ലാരും ട്രാഫിക്കിൽ തന്നെയല്ലേ വരുന്നത്. സാർ എന്ത് ചെയ്യാനാ സാർ, ഇന്ന് ട്രാഫിക് ആയിപ്പോയി, കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. മതി കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തടത്തൊന്നുമല്ല ഞങ്ങൾ താമസിക്കുന്നത്. എനിവേ താൻ മറ്റേ പ്രോജക്ടിന്റെ കാര്യം എന്തായി, കംപ്ലീറ്റ് ചെയ്തോ? സാർ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും, ഇന്ന് നമ്മളത് ഫിനിഷ് ചെയ്യും. അതാണ് താൻ ഇന്ന് ലേറ്റ് ആയിട്ട് വന്ന് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നേ പറയുന്നേ? ഇന്ന് ഉറപ്പായിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് സാർ. ആയിക്കോട്ടെ, അല്ലെ ജോലിയുടെ കാര്യം മറന്നേരും എന്തായാലും. ഓക്കെ സാർ, ഞാൻ ഇന്ന് എന്തായാലും സബ്മിറ്റ് ചെയ്യാം. ശരി. ഓക്കെ ഇതെങ്ങനെ ഞാനിപ്പോ വരുന്നത്? ഇവിടെ ഹെലികോപ്റ്റർ മേടിച്ച് പറന്നു പറഞ്ഞു, ബ്ലോക്ക് ആണെങ്കിൽ പിന്നെ എങ്ങനെ വരും? എന്താ ദൈവമേ, എനിക്ക് മാത്രം ഈ പ്രശ്നങ്ങളെല്ലാം. ഇന്നത്തെ ദിവസം എന്തായാലും കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്ത് എന്ത് കഴിക്കണം? എന്തെങ്കിലും നോക്കാം. ഇതെന്താ സാധനം? ഇതിവിടെ കണ്ടിട്ടില്ലല്ലോ. എന്താണ് കംപ്ലൈന്റ് ബോക്സോ? ഒന്നാതെ ഇവന്മാരിവിടെ പണിയൊന്നും ചെയ്യത്തില്ല, അപ്പോഴാണ് ഇതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. പണി ബിരിയാണി ടു അപ്പാർട്ട്മെന്റ്. ഇന്നെന്തായാലും എനിക്ക് കുക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് ഒരു ബിരിയാണി പോരട്ടെ. ഞാൻ അപ്പത്തെ അപ്പാർട്ട്മെന്റുകാരെ ഓർഡർ ചെയ്ത് ഇവിടെ വന്നതായിരിക്കും. ഊബർ ഈറ്റ്സ് ആണെന്ന് തോന്നുന്നു. എന്തായാലും അവരോട് പോയി പണി വന്നു. ഇതെനിക്ക് വൈകിട്ട് എന്തായാലും ഒന്നും ഉണ്ടാക്കേണ്ട. ബിരിയാണി ഇനി കംപ്ലൈന്റ് ബോക്സ് വല്ല മാജിക് ബോക്സും ആണോ? അങ്ങനെ വരാൻ വഴി. എന്തായാലും ഇന്നത്തെ ഇന്നലെ കഴിച്ച ബിരിയാണി പണി ഒന്നുമാവൂ. ഒന്നുകൂടെ പോയി. ഒന്നുകൂടെ പോണ്ടി വരുമോ? ഇന്ന് നോ ട്രാഫിക് എന്നൊന്ന് നോക്കാം. ഒറ്റ കാറ് പോലും വിശ്വസിക്കാൻ വയ്യ. വിളിക്കുന്നുണ്ടല്ലോ, ഇനി പുള്ളിക്ക് എന്താണോ വേണ്ടത്? ഹലോ സാർ. ഹലോ, ഇന്ന് നേരത്തെ ആണല്ലോ.
ആ അതെ അതെ സാർ, ഞാൻ ഇപ്പോൾ ഓൺ ടൈം റെഡി ആകുന്നുണ്ട് സാർ. നന്നാവും തീരുമാനിച്ചോ? അതെ സാർ, നമ്മൾ പണ്ടേ നന്നായിട്ടുണ്ടായിരുന്നു സാർ. എന്തായാലും കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട, തന്റെ സെയിൽസ് ഒക്കെ കുറവാണ്. ഓ അതെ സാർ, നമ്മള് പൈപ്പ് ലൈനിൽ ഓൾറെഡി കുറച്ചുണ്ട് സാർ. താൻ കുറെ നാളായിട്ട് പൈപ്പ് ലൈൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, എന്തായാലും നമ്മള് എല്ലാം ഈ പ്രാവശ്യം എന്തായാലും സെറ്റ് ചെയ്യുന്നുണ്ട് സാർ. സെറ്റ് ചെയ്താൽ നിനക്ക് കൊള്ളാം. നല്ല ജോലിയുടെ കാര്യം അങ്ങ് മറന്നേക്ക്. ശരി. പിന്നെ പൈപ്പ് ലൈനിൽ ഓലക്കാണ് മൂടുണ്ട്. എന്ത് ചെയ്യും? New message from NVIDIA. City traffic enforcement. You have been fined $500 for speeding now. ഇതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളായിരുന്നു. ഇതെന്ത് ബോക്സ് ആണെന്നറിയില്ല, എന്നാലും ഇതിനെന്തോ ഒരു മാജിക് ഉണ്ടെന്നാ തോന്നുന്നു. ആ മാനേജർക്ക് ഒരു പണിയും കൊടുക്കണം. സെയിൽ എങ്ങനെയാണ് കൂട്ടിയാണ്. സെയിൽസ് കൂടട്ടെ, കൂട്ടത്തിൽ മാനേജറിനൊരു പണിയും കിട്ടട്ടെ. ഹലോ, അതെ ഇനിയാണ്. അതെ സാർ, പേരെന്ന് പറയൂ സാർ. അതെ, ആ ഓക്കെ, അതിനെന്താ സപ്പോർട്ട് തരാമല്ലോ. എത്രയാണ്? ഓക്കെ സാർ. ആ കോട്ട് ഇപ്പം ഞാൻ ഒന്ന് ഇരിക്കോട്ടെ. അതെ അതെ അതെ, ശരി സാർ, ഓക്കെ. മാജിക് ബോക്സ് ഇനി ശരിക്കും വർക്ക് ചെയ്ത് തുടങ്ങിയോ? ഹലോ, അതെ അതെ നീയാണ് സാർ, പറഞ്ഞോളൂ. അതെ അതെ അതെ, അതിനൊന്നും നമുക്ക് ശരിയാക്കില്ല സാർ. അതെ അതെ അതെ, എത്ര വേണമെങ്കിലും ശരിയാക്കാം. അതെ അതെ, ആണോ? കുഴപ്പമുള്ള കാര്യമല്ല. അതെ അതെ. ഈ കോൾ ഇതുവരെ കഴിഞ്ഞില്ല. ഇതാരോടെങ്കിലും പുള്ളി കട്ട് ചെയ്യണം. ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോഴാണ് പിന്നെ അടുത്താളും. അതെ പ്രശ്നമാണല്ലോ. ആ ഫോൺ എടുക്കാത്ത നമ്മൾ എടുക്കുന്നുണ്ട് സാർ. ഇമ്പോർട്ടന്റ് ക്ലയന്റ് കോള് തന്നെ മിസ്സാക്കി. എന്റെ ബോസിനെ വിളിക്കാത്ത ചീത്തയില്ല. ജോലി വേണേ ശരിയായിക്കോ. അതെ അതെ അതെ, എന്നാ ആയിക്കോട്ടെ. ഓക്കെ സാർ. എന്തേലും ഒന്ന് നന്നായി വരുമ്പോൾ അതിൻ്റെ പുറകെ മോശമാണല്ലോ വരുന്നത്.
പൊട്ടൻ അതിനകത്ത് ഇതൊക്കെ എഴുതിയിരുന്ന ദൈവത്തിനറിയാം. ഇതിനെ ഇവിടെ വെക്കണ്ട.